ഹായ് ഹലോ വെൽക്കം ടു നിർവീൻസ് മോം. നമുക്ക് ഇന്നൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ കാണാം. ഓണമൊക്കെയാണ് വരുന്നത്, മാത്രമല്ല ഇത് കല്യാണങ്ങളുടെ സമയം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ ഒക്കെ കല്യാണമൊക്കെ വരുന്ന സമയത്ത് സാരി ഉടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്കവരും. പക്ഷേ സ്വന്തമായിട്ട് ഉടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഉടുപ്പിച്ച് തരാൻ ആരുമില്ല, അതും അല്ലെങ്കിൽ ഞാൻ ഉടുത്താൽ ഷേപ്പ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് വണ്ണം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് സാരി ഉടുക്കാനായിട്ട് വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ കൂടിയാണിത്. ഈ ഒരു സാരി ഡ്രേപ്പിങ്ങിനായിട്ട് ഞാൻ ഈ ഒരു സാരിയാണ് എടുത്തിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണിത്. അപ്പൊ ഈ ഒരു സാരി ഉടുക്കും മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം നോക്കാം. ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാനായിട്ടാണ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വേണം സാരി ഉടുത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഷോൾഡറിലേക്ക് വെക്കുന്നത് ലെഫ്റ്റ് ഷോൾഡറിലേക്കാണ് നമ്മളിങ്ങനെ സാരി ഉടുത്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഷോൾഡറിൽ പ്ലീറ്റ്സ് എടുത്ത് കുത്താൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാരി എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഷോൾഡറിന് താഴത്തേക്ക് എത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു തുമ്പ് വരണോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് തുടങ്ങാൻ. അപ്പൊ ആ ഒരു ഷോൾഡറിൽ വരുന്ന ലെന്ത് നോക്കിയിട്ട് വേണം പ്ലീറ്റ്സ് എടുത്ത് വെക്കാൻ. എന്നിട്ട് വേണം നിങ്ങൾ സാരി എടുത്ത് തുടങ്ങാനായിട്ട്. ഇനി വണ്ണക്കുറവുള്ളവര് അല്ലെങ്കിൽ നിങ്ങൾ ഷേപ്പ് കുറവുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 അണ്ടർസ്കേർട്ട് അല്ലെങ്കിൽ ഒരു 3 അണ്ടർസ്കേർട്ട് വരെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 2 ഹാഫ് സ്കേർട്ട്, നമുക്ക് നല്ല ഞുറുമൊക്കെ വെച്ചിട്ടുള്ള ഹാഫ് സ്കേർട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിരിവ് തോന്നാനായിട്ട്, നല്ല ഷേപ്പ് തോന്നാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു അണ്ടർസ്കേർട്ട് അല്ലെങ്കിൽ 2 അണ്ടർസ്കേർട്ട്, അതായത് ഹാഫ് സ്കേർട്ട്സ്, നമുക്ക് ഒരു അണ്ടർസ്കേർട്ട് അല്ലെങ്കിൽ 2 ഹാഫ് സ്കേർട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നല്ലതായിട്ട് ഞുറു വെച്ച് തയ്ച്ചാൽ മതി. അല്ലെങ്കിൽ നല്ല ഞുറുള്ള മിഡി ആണെങ്കിൽ നമുക്ക് ലെന്ത് കുറച്ചെടുത്താലും മതിയാവും. പിന്നെ അതിന്റെ പുറമേ ആയിട്ട് നമുക്ക് ലോങ് അണ്ടർസ്കേർട്ട്സ് ഒരു 1 2 എണ്ണം കൊടുത്തു കൊടുക്കാം. അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് കൊടുത്തു കൊടുക്കാം. 3 അണ്ടർസ്കേർട്ട് വരെ ഉടുക്കുന്നവരുണ്ട്. അപ്പം അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നമുക്ക് കൊടുത്തു കൊടുക്കാം. പിന്നെ ഏറ്റവും, അതായത് നമ്മൾ ഉള്ളിൽ ഹാഫ് സ്കേർട്ട് ഇടുക എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് പുറമെ എടുക്കുന്ന അണ്ടർസ്കേർട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ളതോ അല്പം ഇറക്കം കുറഞ്ഞതോ ആണെങ്കിൽ നല്ലതായിരിക്കും. ഡാർക്ക് ഷെയ്ഡിലുള്ളതാണെങ്കിൽ ലൈറ്റ് സാരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയം കാണാതിരിക്കാനായിട്ടും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ സാരിയോട് ഏകദേശം സെയിം കളർ വരുന്ന ഒരു അണ്ടർസ്കേർട്ട് ആയിരിക്കണം നമ്മൾ അതിന് പുറമേറ്റ്, അത് ഏറ്റവും പുറമേ ആയിട്ട് കൊടുത്തു കൊടുക്കുന്നത്. സാരിയോട് ഏകദേശം സെയിം കളർ വരുന്ന ഒരു അണ്ടർസ്കേർട്ട് തന്നെ ആയിരിക്കണം. അതുപോലെ മറ്റൊരു പ്രശ്നം, ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഉള്ളിലായിട്ട് നമുക്കൊരു പാൻറ് ഇട്ട് കൊടുക്കാം. അതൊരു ലെഗിങ്സോ അല്ലെങ്കിൽ ഒരു ഷോർട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതാവുമ്പോൾ ഈ വിയർത്തും കൂടെ കഴിയുമ്പോൾ അണ്ടർസ്കേർട്ട് നമ്മുടെ കാലിലേക്ക് ഒട്ടിപ്പിടിക്കും. അപ്പൊ നമുക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. സ്ഥിരം അത് ഉടുക്കുന്നവർ, സാരി ഉടുക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവർക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉള്ളിലായിട്ട് ഒരു പാൻറ്റോ ലെഗിങ്സോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് പുറമെയായിട്ട് നമ്മൾ ഇതേപോലെ സ്കേർട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ അണ്ടർസ്കേർട്ടായിട്ട് എടുത്തിട്ടുള്ളത് ഇതാണ്, അതായത് ഹാഫ് സ്കേർട്ടായിട്ട് എടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു നീ ലെന്ത് നോക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കോട്ടൺ തുണി വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം ഇതേപോലെ പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ പ്ലെയിൻ കോട്ടൺ തന്നെ വേണമെന്നില്ല, ഏത് മെറ്റീരിയൽ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം വിരിവ് വേണോ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പ്ലെയിൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നൈറ്റി പീസ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഏതെങ്കിലും സ്കേർട്ട് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 1 2 വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിൽ എടുക്കാനായിട്ട് എടുക്കാം. ഇത് നമുക്ക് സാരി മാത്രമല്ല, സെറ്റ് മുണ്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ സെറ്റ് സാരി കൊടുക്കുമ്പോഴോ ദാവണി കൊടുക്കുമ്പോഴോ ഒക്കെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഷേപ്പ് കിട്ടാനായിട്ടും അതേപോലെ വണ്ണക്കുറവുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ അണ്ടർസ്കേർട്സ് അറേഞ്ച് ചെയ്യാമെന്ന്, എങ്ങനെ അണ്ടർസ്കേർട്സ് കൊടുക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുള്ളവർ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഷോൾഡറിന് താഴേക്കുള്ളൊന്ന് പ്ലീറ്റ് ചെയ്തെടുത്തിട്ട് ഉടുത്തു തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു ഓരോ പ്ലീറ്റ്സും വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫുൾ നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് ഫുള്ളായിട്ട് ആ വരുന്ന പ്ലീറ്റ്സ് എല്ലാം ജസ്റ്റ് ഒന്നുകിൽ നമുക്ക് അയൺ ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഹെയർ സ്ട്രൈറ്റ്നർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. അതുമല്ല നമ്മൾ ഈ കൈ തന്നെ വെച്ചിട്ട് ഈ ഓരോ പ്ലീറ്റും എടുത്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് തൂത്ത് കൊടുക്കാം. ഈ ഓരോ പ്ലീറ്റിന്റെ മടക്ക് വരുന്ന കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് തൂത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഓരോ പ്ലീറ്റും എടുത്തിങ്ങനെ തൂത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളൂ. നമ്മൾ ഉടുക്കുമ്പോൾ അത് നല്ല ഭംഗിയിൽ പ്ലീറ്റ്സ് അറേഞ്ച് ആയി കിട്ടും. ഞാൻ ചെറിയ പ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഓരോ പ്ലീറ്റ്സ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തൂത്ത് കൊടുക്കാം. നമ്മൾ ഉടുത്ത് വരുമ്പോഴും അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് തുടങ്ങാം. സാരി ഉടുക്കുമ്പോൾ ഈ ഒരു തുമ്പ്, അതായത് നമ്മൾ ഈ എടുക്കുന്ന തുമ്പ് എപ്പോഴും ഈ ഒരു അണ്ടർസ്കേർട്ട് ഒരുപാട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് നമുക്ക് 1 ഫിംഗർ മാത്രം ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൂസ് ഇട്ടിട്ട് മാത്രം കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുന്നൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുറേ നേരം നമുക്ക് സാരി ഉടുത്തിട്ട് ഇരിക്കേണ്ടൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വയറിന് നല്ല പെയിനും അതേപോലെ ഈ ഒരു ഭാഗം നന്നായിട്ട് റെഡിഷ് കളറായിട്ടൊക്കെ ഇരിക്കും, നല്ല നീറ്റിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട്
ഒരു ഫിംഗർ മാത്രം ഇൻസേർട്ട് ചെയ്യാൻ പാകത്തിന് ടൈറ്റ് ചെയ്ത് വേണം കെട്ടി കൊടുക്കാൻ. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. കാരണം സാരിയൊക്കെ കൂടെ നമ്മൾ ഈ ഒരു ഏറ്റവും പുറമെ എടുക്കുന്ന അണ്ടർസ്കേർട്ടിലേക്കാണ് ടക്കിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ താഴത്തേക്ക് സാരിയുടെ വെയിറ്റും കൂടെ ആകുമ്പോൾ താഴത്തേക്ക് ഉരിഞ്ഞു വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു 1 ഫിംഗർ മാത്രം ഇൻസേർട്ട് ചെയ്യാൻ പാകത്തിന് ലൂസ് ഇട്ടിട്ട് വേണം കെട്ടി കൊടുക്കാൻ. അപ്പൊ നമുക്ക് സാരി ഉടുത്തു തുടങ്ങാം. അപ്പൊ ഈ ഒരു തുമ്പുണ്ടല്ലോ, നമ്മൾ ആദ്യമേ ഉടുത്തു തുടങ്ങുന്ന തുമ്പ്, അത് ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ ആ ഒരു അണ്ടർസ്കേർട്ടിന്റെ ലെവലിനോ അല്ലെങ്കിൽ ഒരു അല്പം പൊക്കിയിട്ടോ വേണം ഉടുത്തു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് സാരി ഉടുത്തു വരുമ്പോൾ ഏറ്റവും പുറമെയായിട്ട് ഈ ഒരു തുമ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പുറത്ത് കാണാതെ അത് അല്പം പൊക്കിയിട്ടെന്ന് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു റൈറ്റ് കാലിന്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ ഉടുത്തു തുടങ്ങാം. ഉടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ഉള്ളിലേക്കായിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചുരുക്കി വെക്കണ്ട, ഉള്ളിലേക്ക് കൈയും കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്തൊന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് നിർത്തുക. ഇനി ഈ സാരി ഫുൾ നമ്മുടെ ബോഡി ഒന്ന് ചുറ്റി കൊണ്ടുവരാം. ചുറ്റി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് ടക്കിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ, ആ ഒരു തുമ്പ് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക്, ബാക്കിൽ നിന്ന് കൊണ്ടുവന്ന് റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് വലിച്ചിങ്ങനെ ഒരുപാട് ടൈറ്റ് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ആ ബാക്കിൽ നിന്ന് കവർ ചെയ്തുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ടക്കിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ പ്ലേറ്റ്സ് എടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പല്ലു പാർട്ട്, അത് ഒന്നുകൂടി നമ്മുടെ ബോഡിയെ ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇനി അപ്പൊ ഇത്ര ഭാഗം, അതായത് ഫ്രണ്ടിൽ വരുന്ന ഇത്രയും ഭാഗം വേണം നമുക്ക് ഫ്രണ്ട് പ്ലേറ്റ്സ് എടുക്കാനായിട്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ ഷോൾഡറിന് താഴത്തേക്ക് എത്രമാത്രം നമുക്ക് ഇറക്കം വേണോ അത് കറക്റ്റായിട്ട് നോക്കി എടുത്തിട്ട് ഈ ഒരു ഭാഗം, അതായത് നമ്മൾ ഈ പല്ലു അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബോർഡർ, ഏറ്റവും ഉള്ളിലായിട്ട് വരുന്ന നമ്മുടെ ബോഡിയോട് ചേർന്ന് വരുന്ന ബോർഡർ, സാരി നിങ്ങൾ ബ്ലൗസ് ഉടുത്തിട്ട്, ഞാനിപ്പോൾ ടോപ്പിന്റെ മുകളിൽ ഉടുത്ത് കാണിക്കുന്നതാണ്, ബ്ലൗസ് ഇട്ടിട്ട് നിങ്ങൾ ഉടുത്തു തുടങ്ങുമ്പോൾ ഈ ഒരു ഭാഗം ഷോൾഡറിൽ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് വലിച്ച് നമ്മുടെ ബ്രസ്റ്റിന് ഇടയ്ക്കൂടെ ഒന്ന് വലിച്ചെടുക്കുക. അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം ഉടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ പൊക്കി വെക്കാം. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ചുറ്റി കൊണ്ടുവരാം. ചുറ്റി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ബാക്കിൽ നിന്ന് ആ ബോർഡറൊക്കെ നല്ലപോലെ ഇരിക്കുന്ന രീതി അറേഞ്ച് ചെയ്ത് വേണം കൊണ്ടുവരാൻ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു കാലിന്റെ മുകളിലായിട്ട്, റൈറ്റ് കാലിന്റെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർസ്കേർട്ടിലേക്ക് ചേർത്ത് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഉള്ളിൽ പാൻറ്റോ ലെഗിങ്സോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൽ ചേർത്ത് പിൻ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു അണ്ടർസ്കേർട്ടിൽ മാത്രം ചേർത്ത് വേണം പിൻ ചെയ്ത് കൊടുക്കാൻ. മാത്രമല്ല, പിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഡബിൾ ലോക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നിനുള്ളിലായിട്ട് ഈ ഒരു മെറ്റീരിയൽ, സാരിയുടെ മെറ്റീരിയൽ കയറി നിങ്ങൾക്ക് അഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡബിൾ ലോക്ക് ചെയ്ത് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തുനിന്ന് നന്നായിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഹിപ്പ് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത്, അതായത് നമ്മുടെ ഈ ഒരു ഷേപ്പ് നന്നായിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തു കൊടുക്കുക. അപ്പൊ പുറകിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വേണം ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊണ്ടുവന്ന് നമ്മൾ ഈ പിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ അതൊന്ന് ജസ്റ്റ് അമർത്തി കൊടുത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് സ്വന്തമായിട്ട് കൊടുക്കാവുന്ന എങ്ങനെയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഒന്നും കൂടെ പ്ലീറ്റ്സ് എടുത്ത് പുറകിൽ നമുക്ക് വലിച്ച് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതുപോലെ എടുത്ത് ഒരു 3 പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെയായിട്ട് നമ്മൾ ഈ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഹിപ്പ് പ്ലീറ്റ്സ് അറേഞ്ച് ആയി കിട്ടി. ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നിൽ. ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് ഈ മുകളിലേക്കായിട്ട് കൊണ്ടുവന്ന് ഇതേപോലെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ താഴെ നിന്ന് അറേഞ്ച് ചെയ്ത് മുകളിലേക്കായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇങ്ങനെ പുറകിൽ നിന്ന് വലിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെയായിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യത്തെ താഴേക്കായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്, ഇത് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് വേണം ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഹിപ്പ് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് എടുക്കാം. ഫ്രണ്ടിൽ പ്ലീറ്റ്സ് എടുക്കാനായിട്ട്
നമ്മൾ ഈ പിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇത്ര മെറ്റീരിയൽ, അതായത് നമ്മുടെ വയറിന്റെ ഇവിടെ വരെ വരുന്ന മെറ്റീരിയൽ വിട്ടു കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗത്ത് വേണം നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ. അപ്പൊ നമുക്കിവിടെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ ടക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ അതൊന്ന് ലൂസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. അപ്പൊ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഈ ഏറ്റവും പുറമേ വരുന്ന പ്ലീറ്റ് ഇങ്ങനെ വലിഞ്ഞു നിൽക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. റിലീസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പ്ലീറ്റ് അല്പം ഒന്ന് വലുതാക്കി എടുക്കാം. മറ്റു പ്ലീറ്റ്സ് ഇത്രയും വരുന്നുള്ളൂ, ഈ പ്ലീറ്റ് ഞാൻ ഇത്ര വലുതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മുകളിൽ എടുത്തിട്ടുള്ള പ്ലീറ്റ്സ് എല്ലാം നന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ആയിട്ടൊരു പിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. കയ്യിന് ഇതേപോലെ പിടിച്ചാലും നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പിൻ ചെയ്ത് വെക്കുക. ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. കുടഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് അറേഞ്ച് ആയി കിട്ടും. നല്ലതുപോലെ അറേഞ്ച് ആയി വരും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഈ ഉള്ളിലായിട്ട് മടങ്ങിയിരിക്കുന്ന ഞുറുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗം ഇച്ചിരി ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നുണ്ടാവും. ഈ ഒരു ഭാഗം ഒന്ന് അകത്തേക്കായിട്ട് വെച്ച് നമ്മൾ ഇതേപോലെ ഓരോ ഞുറും നന്നായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ അകത്തേക്ക് വെക്കാവുന്ന അകത്ത് കൈയും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇവിടെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാമേ. അല്ലെങ്കിൽ ഈ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഇതും നമ്മുടെ അണ്ടർസ്കേർട്ടും കൂടെ ചേർത്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. അപ്പൊ ഈ ഒരു സൈഡിൽ നമുക്ക് നല്ല പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് കിട്ടി. ഈ ഫ്രണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ പ്ലേറ്റ്സ് കിട്ടും. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ബാക്കിൽ ടക്കൻ ചെയ്തിട്ടില്ല, ലൂസാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് കൈ ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഭാഗം ലൂസായിട്ട് കിടന്നിട്ടുണ്ടല്ലോ അതും കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല ഷേപ്പിൽ അത് ബാക്കി വരുന്ന മെറ്റീരിയൽ ഉള്ളിലേക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും. ഈ ഒരു ഭാഗത്തൂടെ അത് വലിച്ചെടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഈ അണ്ടർസ്കേർട്ടിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പിൻ വെച്ചിവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഈ അണ്ടർസ്കേർട്ടിലേക്ക് തന്നെ ടക്കിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഏറ്റവും പുറമെ വരുന്നത് നമുക്ക് അണ്ടർസ്കേർട്ടിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ബാക്കിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ്ട്രാ മെറ്റീരിയൽ വരുന്നുണ്ട്, ഇവിടെ ആയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കരുത്. അത് ഇപ്പറ ആയിട്ട് കൊണ്ടുവന്ന് വേണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത്ര ഭാഗം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഷോൾഡറിൽ നിന്ന് എടുത്ത് ഇതേപോലെ ഒന്ന് വലിച്ച് ഷോൾഡറിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ഈ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ഇരിക്കും. നമ്മൾ അയൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ വൃത്തിയായിട്ട് തന്നെ അങ്ങനെ ഇരുന്നോളും. അപ്പൊ ഒരുപാട് ചൂടിട്ട് നമ്മൾ ചെയ്യരുത്. അപ്പം ഈ ഒരു മെറ്റീരിയൽ ചീത്തയാവാനായിട്ട് ഇത് കാരണമാകും. ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പൊ ഇതേപോലെ നമുക്ക് ഭംഗിയായിട്ട് ഒറ്റയ്ക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഈ ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സാരി കൊടുക്കാം. അപ്പൊ ഈ ഒരു തുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇത് അഴിച്ചിടാം. ഇത് ഇച്ചിരി ഒന്ന് ഒതുങ്ങാത്ത ടൈപ്പ് സാരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ വീർത്ത് നിൽക്കും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ടൈപ്പ് സാരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷോൾഡറിൽ താഴേക്ക് വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ 2-3 പിൻ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് ഒതുങ്ങി കിടക്കും. ആ ഒരു ബോർഡർ മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ കിടക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സ് നമുക്ക് നന്നായിട്ട് കിട്ടും, ഫ്രണ്ടിൽ പ്ലീറ്റ്സും നന്നായിട്ട് നമുക്ക് കിട്ടും. ഈ ഫ്രണ്ട് പ്ലീറ്റ്സ്, അതായത് നമ്മുടെ ഷോൾഡറിലേക്ക് വെക്കുന്ന പ്ലീറ്റ്സ് നമുക്ക് നല്ലതായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് സാരി ഉടുത്ത് നോക്കൂ. എന്തായാലും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്കൊരു വെഡിങ് ഗസ്റ്റ് ആയിട്ട് പോവാം.